ഹലോ അസ്സലാമു അലൈക്കും. കോഴിപ്പാടിനാണ്. അപ്പം ഇന്ന് നമ്മൾ എത്തിക്കണതേ പനമ്പറ്റയാണ്. മറ്റേ ചെമ്പ്രശ്ശേരിയിൽ നിന്ന് ഈസ്റ്റ് നേരെ പോകുന്നുണ്ട് പനമ്പറ്റ. ആ സ്ഥലത്താണ് നമ്മൾ എത്തിക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പനമ്പറ്റയിലെ ആൾക്കാരെ ആരെങ്കിലും ഹെൽമെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. ഇതൊക്കെ ബോർഡുകൾ ഫ്ലെക്സുകൾ വലിച്ച് കെട്ടി നല്ല ചെറിയ മഴത്തിൻ്റെതാണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും വരട്ടെ, എന്നിട്ട് വേറെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ. മറ്റേ ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ വള്ളി സ്ട്രാപ്പ് ഇടലുണ്ട്. ഇപ്പം ചെറുത്തപ്പോൾ ഒരു കസ്റ്റമർ വന്നിരുന്നു. അയാളെ ഉള്ളിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ വെച്ചാൽ അയാളിപ്പോൾ അടുത്തിങ്ങനെ നിന്നതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ആ തെർമോക്കോളല്ലാതെ ഒന്നുമില്ല, തെർമോക്കോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ ഇന്നലെ ഞാൻ മറ്റേ ഫൈൻ ഇട്ടിരിക്കണം, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വള്ളി വെക്കണം. അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഹെൽമെറ്റിൻ്റെ ആ ഉള്ളിൽ സാധനം അതിൻ്റെ മറ്റേ തെർമോക്കോൾ മാത്രമേ ഉള്ളൂ, സ്പോഞ്ച് സൈഡത്തതൊന്നുമില്ല. അങ്ങനെ കായാലും വണ്ടി മുന്ന് വീണ് കഴിഞ്ഞാൽ തലക്കേക്കാൻ കൂടുതൽ പരിക്ക് വരിക. സ്റ്റാഫ് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കടന്നുകാണ്ട് തലയിട്ട് അടിച്ചിട്ട് നമ്മൾ തലൻ്റെ ഇവിടെയൊക്കെ ഇത് വരും. അപ്പോൾ ഹെൽമെറ്റ് മറ്റേ ഉള്ളിലത്തെ സ്പോഞ്ചും അതേമാതിരി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ആ രൂപത്തിൽ നമുക്ക് വെറുതെ സ്റ്റാഫ് വെക്കണ്ട. കാരണം എന്താ വെച്ചാൽ മറ്റേ വണ്ടി മുന്ന് വീണ് കഴിഞ്ഞാൽ ആ തെർമോകോൾ ഇല്ലെങ്കിൽ തലക്ക് നല്ല പരിക്ക് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടു. ഞാൻ എന്താ വെച്ചാൽ കസ്റ്റമറെ മുന്നിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അതൊരു മോശമാക്കുന്ന രീതിയിൽ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ തെർമോക്കോളും അതും അല്ലാതെ ക്ലിയർ ആണെങ്കിൽ മാത്രം ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പോലീസുകാരെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ ഓക്കെയാണ്, പോലീസുകാരെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ ഓക്കെയാണ്. അല്ല നമ്മൾ സ്വയം സേഫ്റ്റിക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കണം എന്നാണ് നല്ലത്. അപ്പോൾ നമ്മൾ പോകുകയാണെന്ന് പനമ്പറ്റാൽ എന്താ പറയുക, നല്ല മഴ വരുന്നുണ്ട്. മഴയും ചെറുതായിട്ടൊന്ന് പെയ്യും ചെയ്തു, നല്ല ഇടിയും പൊട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വണ്ടിയിൽ നിൽക്കുമ്പോഴേ മറ്റേ ബുദ്ധിമുട്ടാണ് അങ്ങനെ മഴ പെയ്താൽ. നമ്മൾ സാധനങ്ങളൊക്കെ പുറത്ത് വെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് നേരത്തെ, കാരണം 3:30 ആയിട്ടുള്ളൂ. മഴ കുറച്ച് നേരത്തെയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പനമ്പറ്റ ആയതുകൊണ്ട് ഇവിടെ എന്താണ് പുല്ലട്ടിക്കാവ്, ഇവിടെ ഒരു പൂരമുണ്ട്. അപ്പോൾ ആൾക്കാർ അവിടെയാണ്. പൂരൊക്കെ ഇപ്പം ആകെ തുമ്പില്ലാതാകും, കാരണം മഴ കൂടിയും പെയ്ത അവസാനം ആൾക്കാരിൻ്റെ തീരെ ഇറങ്ങൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പം ഇനി നാളെ കാണാം. നാളെ എവിടെ നിന്നുള്ളത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. മഴ കണ്ടില്ല, എല്ലാ മഴയാണ്. ഇപ്പോൾ വണ്ടി നിർത്തിയതാണ്. പുറമത്തെ വെള്ളം വണ്ടിയൊന്നും മഴ തട്ടിയത്. ഇപ്പോൾ കുറേ ദിവസമായി വണ്ടി കഴിക്കില്ല. ഞായറാഴ്ച വണ്ടി കഴിക്കലുണ്ട്. നല്ല മഴയാണ്. ഇവിടെയാണ് ഞാൻ ആ പൂരം നടന്നേ കണ്ടില്ലേ. ഇവിടെയാണ് ആ പൂരം, പുല്ലട്ടിക്കാവ്. അങ്ങനെ പൂരൊക്കെ ഇപ്പോൾ ആകെ അങ്ങനെ വലിയ പൂരാണെന്ന് തോന്നുന്നുണ്ട്. സംഭവം ആകെ ഉലുങ്ങഞ്ഞ മട്ട കാണുന്നത്. അങ്ങനെ ആൾക്കാരും കാണാനൊന്നുമില്ല. പിന്നെ പുലിയൊട്ടിക്കാവിൽ എന്താ ഇവിടെ കച്ചവടമൊക്കെ ആകെ ചിലപ്പോൾ തുമ്പില്ലാതാവും. അതിൻ്റെ മട്ട പോയി കാണുന്നത്.